ഈ വെടിനിർത്തൽ കരാറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിലാണ് ഇപ്പോൾ ജമ്മുവിൽ ഒരു BSF ജവാന് വീരമൃത്യു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വാർത്താ ഏജൻസിയായ PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ അതിർത്തി ഗ്രാമങ്ങളിലുണ്ടായിരുന്ന 7 പേർക്കും ഈ പാകിസ്ഥാന്റെ ഭീകരമായ ഈ ഷെല്ലിങ്ങിൽ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഭീകരമായ ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ അഗ്നൂർ, അതുപോലെ തന്നെ ഉധംപൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന. ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ശ്രീനഗറിലും ജമ്മുവിലും ഈ ഡ്രോൺ അറ്റാക്കിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ശ്രീനഗറിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വെടിനിർത്തൽ കരാറിന്റെ ആയുസ് കേവലം 1 മണിക്കൂറിൽ താഴെ, അല്ലെങ്കിൽ 1-2 മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇത്തരം ഒരു ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ സേന കനത്ത തിരിച്ചടികൾ നൽകുന്നുണ്ട്. BSF പാകിസ്ഥാന്റെ പോസ്റ്റുകൾക്ക് നേരെ വെടി ഉതിർക്കുന്നുണ്ട്. ജമ്മുവിലെ അഗ്നൂർ മേഖലയിലാണ്, അഗ്നൂർ സെക്ടറിലാണ് BSFും അതുപോലെ തന്നെ പാകിസ്ഥാൻ സേനയും തമ്മിൽ നേർക്കുനേറുള്ള പോരാട്ടം ഇപ്പോൾ നടക്കുന്നത്. അവിടെയാണ് ഒരു BSF ജവാന്റെ വീരമൃത്യു വരിച്ചിരിക്കുന്നത് എന്ന അതീവ ദുഃഖകരമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്.